കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ്. അതും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട രണ്ട് ചിത്രങ്ങൾ. ഒരു ചിത്രം സോണിയാഗാന്ധിക്കൊപ്പം ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, എം പിമാരായ ആൻ്റോ ആൻ്റണി, അടൂർ പ്രകാശ് എന്നിവർ നിൽക്കുന്ന ചിത്രം. രണ്ടാമത്തേത് ഒരു ആംബുലൻസ് ശബരിമലയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു പ്രമുഖ ജ്വല്ലറി സംഭാവന ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രി ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രം. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടെ നിൽക്കുന്നു. ഈ രണ്ട് ചിത്രങ്ങളെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസും CPIM-ഉം തമ്മിലുള്ള വിവാദം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും അതിനിപ്പോൾ പുതിയ തലങ്ങളും പുതിയ മാനങ്ങളും വന്നിരിക്കുന്നു. CPIM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഈ ആരാണോ ആംബുലൻസ് സ്പോൺസർ ചെയ്തത് അവർ ക്ഷണിച്ചത് പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റിന് മുന്നിലെത്തിയതും അവിടെയാണ് ഈ ആംബുലൻസ് ഏറ്റുവാങ്ങിയതുമൊക്കെ. ആ ചിത്രങ്ങളിൽ നിന്നും അതിൻ്റെ വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു ദൃശ്യമുണ്ട്. ഈ ആംബുലൻസ് ഏറ്റുവാങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി തിരിച്ച് അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്ന് വണങ്ങുന്നു. അത് കണ്ട് മുഖ്യമന്ത്രിയും ഒന്ന് കൈയെടുത്ത് തൊഴുത് മുമ്പോട്ടേക്ക് പോകുന്നു. അതിനിടയിൽ സംസാരം ഒന്നും നടക്കുന്നതുമില്ല. പക്ഷെ അതല്ല, അത് കോൺഗ്രസ് പറഞ്ഞത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, അവർ കുശലം പറയുന്ന തരത്തിലുള്ള ചിത്രമാണ് പുറത്തേക്ക് വന്നത്. അത് പുറത്തുവിട്ടത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ സുബ്രഹ്മണ്യമായിരുന്നു. അതിനെ ഏറ്റുപിടിച്ച് UDF കൺവീനർ അടൂർ പ്രകാശും ഒപ്പം ചേർന്നു. എന്തായാലും ഈ ചിത്രങ്ങളുടെ വിവാദങ്ങൾ വലിയ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം ഉറപ്പായി പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ CPM ഉയർത്തുന്ന ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്ന് ഈ ചിത്രം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും രണ്ടുപേരും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ്. സാധാരണഗതിയിൽ ഒരു നേതാവിന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു നേതാവിന് സോണിയാഗാന്ധി കാണണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ തന്നെ അവരെ കാണുന്നതിന് വേണ്ടിയുള്ള അനുമതിയും അനുവാദവുമൊക്കെ വാങ്ങേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഇവിടുത്തെ നേതാക്കന്മാർ തന്നെ പോയാൽ തന്നെയും അവിടെ ന്യൂഡൽഹിയിലെത്തി അവരെ പുറത്ത് കേരള ഹൗസിലൊക്കെ തങ്ങിയതിന് ശേഷം എത്രയോ ദിവസങ്ങളും മണിക്കൂറുകളും കാത്തിരുന്നാണ് സോണിയാഗാന്ധിയുമായുള്ള ചർച്ചകൾ നടത്താറുള്ളത്. പക്ഷേ എങ്ങനെ ഈ രണ്ടുപേരും, അതായത് ഗോവർദ്ധനും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് CPIM ഇത്തരത്തിൽ ഒരു വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവരത് ചോദിക്കുന്നതിലും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ തലങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ചും ഒപ്പം നിൽക്കുന്നത് ആൻ്റോ ആൻ്റണി MP-യും മറ്റ് അടൂർ പ്രകാശ് MP-യുമാണ്. ഇവർ രണ്ടുപേരും അറിയാതെ, അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവിനെ കാണുവാൻ ഇവർ രണ്ടുപേരും അകത്തേക്ക് പ്രവേശിച്ചു എന്നുള്ളത് അവർ CPIM ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആ വിവാദത്തിൽ കഴമ്പുകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിന് ന്യായീകരിക്കുവാനുള്ള തീവ്ര ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു ശ്രമം നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം ഉയർന്നു വന്നതും ആ വിഷയത്തെ ചൊല്ലി മുഖ്യമന്ത്രി അതിനെ കൃത്യമായി പറയുകയും ചെയ്തു. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഒരു സൗഹൃദവുമില്ല. അതിന് തെളിവായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിവാദമായൊരു ചിത്രം. ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാണിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ അതിൻ്റെ വീഡിയോ ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് അത് വിശദീകരിക്കുവാൻ CPIM തയ്യാറായിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ആംബുലൻസ് ഏറ്റുവാങ്ങിയതിന് ശേഷം, ആംബുലൻസിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയതിന് ശേഷം അദ്ദേഹം നേരെ വാഹനത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൊഴുതുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തൊട്ട് പിറകെ പോകാൻ ശ്രമം നടത്തുന്നെങ്കിലും സംസാരിക്കുന്നതായി ആ വീഡിയോയിൽ എങ്ങും തന്നെയില്ല. അപ്പോൾ ഈ പരാമർശങ്ങൾ വലിയ തരത്തിൽ ഉയർന്നു വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രങ്ങളുടെ പേരിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ജയിലിലായി കഴിഞ്ഞു. പുതുതായി കുറേ ആളുകളെ കൂടി ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേതാക്കന്മാരെ വലിയ തരത്തിൽ വിമർശിക്കുന്ന രീതിയിലുള്ള AI ചിത്രങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സത്യമെന്ത് അല്ലെങ്കിൽ അസത്യമെന്ത് എന്നുള്ളതൊന്നും വ്യക്തമായി അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരം ചിത്രങ്ങളുടെ മേലുള്ള ചർച്ച ഇന്ന് കേരളത്തിൽ വലിയ തരത്തിൽ ചൂടുപിടിക്കുന്നു. ഒപ്പം കേരളത്തിൽ മാത്രമല്ല, രാഷ്ട്രീയം പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ചിത്രങ്ങൾ ചൂടുപിടിച്ച് കയറുകയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ശേഷമാണ് ഇത്രയും ചൂട് പിടിക്കുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ ചിത്രം പുറത്തുവിട്ടത്, അല്ലെങ്കിൽ ഇവർ തങ്ങളുള്ള സൗഹൃദം ഉണ്ട് എന്ന് പറയുന്ന തരത്തിൽ, അല്ല മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടതിനെക്കുറിച്ച് വലിയ തരത്തിൽ വിവാദമാക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ സോണിയാഗാന്ധി ചിത്രവും തിരിച്ചടിച്ചുകൊണ്ട് അടുത്ത വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള വിവാദങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണ്? പക്ഷേ ഇവിടുത്തെ സൗഹൃദങ്ങൾ എന്തൊക്കെയാണെങ്കിൽ തന്നെയും
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അധികാര കേന്ദ്രങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. സോണിയാഗാന്ധിയെപ്പോലെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടന്നുകൂടി ഇത്തരത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കണമെങ്കിൽ അയാൾക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അല്ലെങ്കിൽ ഉന്നതരുമായിട്ടുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ആള് അല്ലെങ്കിൽ ഈ കള്ളൻ, ഈ കാപട്യക്കാരൻ, ഇയാൾ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതിലൂടെ ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി ഇത്തരം ബന്ധങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും സോണിയാഗാന്ധിയും ഒക്കെ നിൽക്കുന്ന വേദികളിലേക്ക് ഇയാൾ എത്താൻ ശ്രമിക്കുന്നത്? അത് തെറ്റല്ലേ? അത് അല്ലെങ്കിൽ അവിടേക്ക് കടന്നുകൂടാൻ എന്താണ് ഒരു അവസരം? ആരാണ് കൊടുക്കുന്നത് ഈ അവസരങ്ങൾ, ഈ സാഹചര്യങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ കള്ളന്മാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുമ്പോൾ എന്തായാലും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമുക്കൊന്നും ഒരിക്കൽ പോലും മറച്ചു വയ്ക്കാൻ കഴിയാത്തൊരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ കാര്യത്തിലുമായ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കള്ളന്മാർ അടുത്ത് നിൽക്കുന്നത് കണ്ടാൽ അത് ആരായാലും ചോദ്യം ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും, അത് ഉറപ്പാണ്. പക്ഷേ ഇനിയെങ്കിലും ഇത്തരം ആളുകളെ നേരത്തെ തന്നെ തിരിച്ചറിയുവാനും ഇവരുടെ വൈതാളികന്മാരായി കൂടെ നടക്കുന്ന ആളുകളെക്കുറിച്ച് വ്യക്തമായൊരു വിവരം കിട്ടിയാൽ അത് മറച്ചു വയ്ക്കാതെ പുറത്തു പറയാനും ഇവരൊക്കെ തയ്യാറാവണം. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്നവർ. ഒരു കാര്യം ഉറപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ സോണിയാഗാന്ധിക്കും ഒന്നും ഒരു ബന്ധമില്ല. പക്ഷേ ഇവരുടെ അടുത്തേക്ക് എത്തിക്കാൻ, ഇവരെ കാണിക്കുവാൻ, ഇവരുടെ സമീപത്തെ കൊണ്ടുചെല്ലാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളാണ് അമ്പെ പരാജയപ്പെടുത്തേണ്ടത്. അതില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും.